പൈസ പറഞ്ഞൊരു പാവത്തുകൾ ഞാനിവിടെ വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു മര്യാദ വേണം. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയ്ക്കും നടവരമ്പുണ്ടെന്ന് പറഞ്ഞാണ് ഈ വസ്തു കാണിച്ചു കൊടുത്താണ് ഈ വസ്തു അന്ന് മേടിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കറണ്ടോ വഴിയോ ഒന്നുമില്ല. കറണ്ട് പിടിക്കാനുള്ള ഇതിന് പോയപ്പോഴത്തേക്കും വഴിയില്ലാത്തത് കൊണ്ട് അതും അങ്ങ് പോയി. വീട്ടു നമ്പർ വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഈ വീട്ടു നമ്പർ പോലും ആർക്കും വോട്ടില്ലായിരുന്നു. അത് കാരണം ആർക്കും ഇങ്ങോട്ട് കാണാൻ വരേണ്ടെന്ന് ആവശ്യകത വരുന്നില്ല. വോട്ടുണ്ടെങ്കിലല്ലേ ആൾക്കാർ ഇങ്ങോട്ട് കാണാൻ വരത്തുള്ളൂ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുടുംബത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്തെ ഈ സംവിധാനങ്ങൾ കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ള തസ്തിക വഴിയാണ് ഓരോ ജനങ്ങൾക്കും വീടാകട്ടെ, വൈദ്യുതി ആകട്ടെ, അതേപോലെ തന്നെ ശുദ്ധജലം എല്ലാം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വഴി. അത്തരം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കൊടുത്ത ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്ത ഒരു വലിയ ഒരു അഴിമതിയുടെ ഒരു ചെറിയ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ നിർധനരായ വീട്ടുകാർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് അവർക്ക് വസ്തു കൊടുക്കുക, അതിനോടൊപ്പം തന്നെ വസ്തുവും വീടും കൊടുക്കുന്ന ഒരു പദ്ധതി പ്രകാരം അവർക്ക് 1.5 ലക്ഷം രൂപ വസ്തുവിനും അതേപോലെ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ വീട് വെക്കാനും പൈസ കൊടുക്കുമെങ്കിൽ ഇത്രയും പൈസകൾക്ക് ചെലവാകാതെ വളരെ 40,000 രൂപയ്ക്ക് വളരെ തുച്ഛമായ തുകയ്ക്ക് വാങ്ങിയ വസ്തുക്കളാണ് ഇത്തരം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. അവിടെ എപ്പോഴും ജലം വരുന്ന കാരണം അവർക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അകത്തിരിക്കാനോ പറ്റത്തില്ല. ഒരു കുട്ടി തന്നെ മരണപ്പെട്ടിട്ട് ആ കുട്ടിയെ ഈ വീട്ടിനകത്ത് അടക്കം ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നാളെ മുതൽ ഇവർക്ക് ഈ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. സമീപത്തുള്ള ഒരു വീട്, ഒരു വസ്തു വഴിയാണ് അവർ അകത്ത് കയറുന്നത്, പുറത്തു പോവുകയും ചെയ്യുന്ന ആ വസ്തുവാണ്. ആ വസ്തുവിന്റെ ഉടൻ അവരവിടെ മതിൽ കെട്ടുന്ന ഒരു സ്ഥിതിയാണ്. ഈ സമീപ പ്രദേശങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകരെല്ലാവരും കൂടി തടസ്സപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അവരത് കെട്ടിയടച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് നാളെ പുറത്തു പോകാനോ അകത്ത് വരാനോ പറ്റത്തില്ല. ഇവിടെ വൈദ്യുതി ഇല്ല, ഇവിടെ ശുദ്ധജലമില്ല, അതേപോലെ തന്നെ വഴിയില്ല. എത്ര വർഷമായിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്? 6 വർഷമായിട്ട് ഇവിടെ താമസിക്കുക. 6 വർഷമായിട്ട് താമസിക്കുന്നത്. എന്താണ് ഇവിടെ കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല, ഇവിടെ വഴിയില്ല, വെള്ളമില്ല, 4 ചുറ്റും വെള്ളമായിട്ട് ഇവിടെ കിടക്കുവാണ്. പിന്നെ ഈ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്? 2 കുട്ടികളായിരുന്നു, ഇരട്ടയായിരുന്നു. അതിലൊരു കുഞ്ഞ് മരിച്ചുപോയി ICUയിൽ കിടന്നിട്ട്. ആ കുഞ്ഞിനെ ഇവിടെ വീട്ടിനകത്താണ് അടക്കിയത്. പുറത്തൊന്നും സ്ഥലമുണ്ട്, വെള്ളമായിട്ട് 4 ചുറ്റും വെള്ളമായിട്ടായിരുന്നു അന്ന് കിടന്നിരുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ വീട്ടിനകത്തായിരുന്നു അടക്കിയത്. അപ്പൊ ആ കുട്ടിയെ പുറത്ത് അടക്കാൻ പറ്റുന്ന ഈ വെള്ളത്തിന്റെ ഈ കുടിച്ചു കഴിഞ്ഞാലോ വെള്ളമാകുന്നോണ്ടാണ് വീട്ടിനകത്ത് അടക്കിയിട്ട് അതിന്റെ മുകളിലാണ് ഇപ്പൊ കിടന്നുറങ്ങുന്നത്. അതെ. പിന്നെ ഇത് കണക്ക് ഈ വീട് തന്നത് ഏത് പദ്ധതി പ്രകാരമാണെന്ന്? ഇത് പട്ടികജാതി വികസന ഓഫീസിന്റെ വഴിയാണ്. മിച്ച ഭൂമി കിട്ടുന്ന അതിൽ നിന്നാണ് ഈ വീട് കിട്ടുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഇത് കിട്ടിയത്. ഇപ്പൊ ഇവിടുന്ന് എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ വസ്തുവിന് നടവരമ്പുണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും, അതായത് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയ്ക്കും നടവരമ്പുണ്ടെന്ന് പറഞ്ഞാണ് ഈ വസ്തു കാണിച്ചു കൊടുത്താണ് ഈ വസ്തു അന്ന് മേടിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കറണ്ടോ വഴിയോ ഒന്നുമില്ല. കറണ്ട് പിടിക്കാനുള്ള ഇതിന് പോയപ്പോഴത്തേക്കും വഴിയില്ലാത്തത് കൊണ്ട് അതും അങ്ങ് പോയി. വീട്ടു നമ്പർ വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഈ വീട്ടു നമ്പർ പോലും കിട്ടിയിട്ടില്ല. അപ്പം ഇവിടെ വീട്ടിന് നമ്പരും ഇല്ല. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ഇപ്പൊ സമീപ പ്രദേശ വസ്തുക്കാരൻ മതില് കെട്ടിയോണ്ടാണ് മതില് കെട്ടുന്നോണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത്തരത്തിലൊരു ഇത് ഞങ്ങളാണെങ്കിൽ ഈ വസ്തുവിന് വഴിയില്ല, ഞങ്ങൾ അടുത്ത വസ്തുവിൽ കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ വസ്തുവിലാണെങ്കിൽ മതില് കെട്ടി അടയ്ക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ നടന്നു വീട്ടിലോട്ട് ഇറങ്ങാൻ ഇനി യാതൊരു വഴിയും ഇല്ല. ഒരു ദിവസം
ദിവസം നിങ്ങളിപ്പോ ഈ രാത്രിയിൽ എങ്ങനെയാണ് മണ്ണെണ്ണയ്ക്കകത്താണോ ഈ വിളക്ക് കത്തിക്കുന്നത് അതോ മെഴുകുതിരി വെട്ടത്തിലാണോ? മെഴുകുതിരി വെട്ടത്തിലാണ് ഞങ്ങളിപ്പോ വിളക്ക് അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണെണ്ണ ഇപ്പൊ കിട്ടത്തില്ലയോ? മണ്ണെണ്ണ 3 മാസം കൂടുമ്പോ റേഷൻ കടയിൽ നിന്ന് 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടും. അത് പിന്നെ 2-3 ദിവസത്തേക്കേ തികയത്തുള്ളൂ. അപ്പം ഒരു ദിവസം എത്ര മെഴുകുതിരി വേണം? 3-4 മെഴുകുതിരി വേണം. അപ്പൊ ഈ മെഴുകുതിരി വെട്ടത്തിലാണോ ഈ കുട്ടിയായിട്ട് ഇവിടെ കഴിയുന്നത്? അതെ. ആ. അപ്പൊ ഈ വീടിന് ഈ വാതിലൊന്നും കാണുന്നില്ലല്ലോ, വാതിലൊക്കെ ഇല്ലായിരുന്നു? വീടിലും വാതിലൊക്കെ ഉണ്ടായിരുന്നു. മഴവെള്ളം വീഴുമ്പോഴത്തേക്ക് അതങ്ങ് ദ്രവിച്ച് മൊത്തം പൊളിഞ്ഞു അപ്പൊ പോയതാണ്. ഈ മഴ സമയത്ത് വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ ഒക്കത്തില്ലല്ലോ. ഇല്ല, പുറകുവശത്തും ഇറങ്ങാൻ പറ്റത്തില്ല, ഫ്രണ്ടിലുമായിട്ട് ഇറങ്ങാൻ ഈ പറ്റത്തില്ല. കുട്ടികൾക്ക് ഈ ചൊറിച്ചിലും നിങ്ങളുടെ കാലിലൊക്കെ ചൊറിഞ്ഞു കാണുന്നത് ഈ വെള്ളത്തില് അഴുക്ക് ഈ വെള്ളത്തിൽ നടക്കുന്നതിന്റെ ആണോ ഇത്? അതെ, വെള്ളത്തിൽ ഇറങ്ങി നടന്നിട്ടാണ് കുഞ്ഞിന്റെ കാലില് ആ. ചൊറിഞ്ഞു പൊട്ടിയിട്ട് ഇതുപോലെ. അപ്പൊ വേറെ എവിടെയെങ്കിലും ഇതിന് വേണ്ടി നിങ്ങൾ പരാതികളെ കൊണ്ട് കൊടുത്തോ? ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിലും പട്ടികജാതി വികസന ഓഫീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടർക്ക് ഞങ്ങൾ നേരിട്ട് പരാതി കൊണ്ട് കൊടുത്തതായിരുന്നു. അവിടെ നിന്നും ഇതുവരെയ്ക്കും ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പം വിളക്കും ഇല്ല, കുടിവെള്ളം ഉണ്ടോ അവിടെ? കുടിവെള്ളം കിണറുണ്ട്. കിണറിലാണെങ്കിൽ നല്ല വെയിലായി കഴിഞ്ഞാൽ ഇതിലൊട്ടും വെള്ളം കാണത്തില്ല. മഴയായി കഴിഞ്ഞാൽ അഴുക്ക് വെള്ളം. അപ്പൊ കുടിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യും? വെള്ളം കുടിക്കുന്നതിന് എന്താണ് സമീപ പ്രദേശത്ത് നിന്നാണോ കൊണ്ടുവരുന്നത്? അല്ല, ഈ കിണറ്റിൽ നിന്ന് തന്നെ ഈ മാലിന്യമായ ഈ അഴുക്ക് വെള്ളം, ഈ കലക്ക വെള്ളം തന്നെയാണോ കോരി കുടിക്കുന്നത്? കുടിക്കുന്നത്. അതെ. അത് ചൂടാക്കി കുടിക്കുമല്ലേ? അതെ. അപ്പം ശുദ്ധജലം പോലും ഇവിടെ കിട്ടുന്നില്ല. ഇല്ല. അപ്പൊ ചൂടായാലും വെയിലായാലും ഇത്രയും ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ നിങ്ങളുടെ ഈ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ബ്ലോക്കിൽ നിന്നാണല്ലോ ഈ ഇത്രയും പൈസ തരുന്നത് വസ്തുവിനും വീടിനും ഒക്കെ. അപ്പൊ ഇത് അവരെ ഈ ബ്ലോക്കിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ കബളിപ്പിച്ചാണെന്നോ പറ്റിച്ചാണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സാറേ. കാരണം എന്ന് വെച്ചാൽ ഈ ഒട്ടും വയലായ ഒരു വസ്തു തന്നാണ്. അന്ന് ആ സാറുമാര് നോക്കിയിരുന്നെങ്കിൽ ഈ വസ്തു ഇങ്ങനെ ഞങ്ങൾക്ക് മേടിക്കേണ്ട അവസ്ഥ. ഇവിടെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ എന്നുവെച്ചാൽ വിദ്യാഭ്യാസം ഇത് ഈ ബ്ലോക്കിൽ നിന്ന് 1,50,000 രൂപ തന്നാൽ വളരെ തുച്ഛമായ 40,000 രൂപയ്ക്ക് എങ്ങാണ്ട വാങ്ങിയ വസ്തുവാണ് നിങ്ങൾക്ക് 1,00,000 രൂപ കണക്കാക്കി ഈ വസ്തു തന്നിരിക്കുന്നത്. അതെ. അപ്പൊ അത്തരം നിങ്ങളെ പാവപ്പെട്ടവരെ പറ്റിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വാർഡിന്റെ മെമ്പറാണോ? അതെ, വാർഡ് മെമ്പറാണ്. എത്ര വർഷമായി ഇവിടെ മെമ്പറായിട്ട്? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മെമ്പറായത്. അതെ, നേരത്തെ ഇവിടെ ഈ വാർഡിന്റെ മെമ്പറായിട്ട് ഇരുന്നവര് ഈ വീടും വസ്തുവൊന്നും കണ്ടില്ലേ? അല്ല, ഇവർക്കാർക്കും വോട്ടില്ലായിരുന്നു. അത് കാരണം ആർക്കും ഇങ്ങോട്ട് കാണാൻ വരേണ്ടെന്ന് ആവശ്യകത വരുന്നില്ല. വോട്ടുണ്ടെങ്കിലല്ലേ ആൾക്കാർ ഇങ്ങോട്ട് ഒന്ന് കാണാൻ വരത്തുള്ളൂ. ഇവിടെ ഏതാണ്ട് 10-20 വർഷം ബ്ലോക്കും ഈ പഞ്ചായത്തും ഒക്കെ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയല്ലേ ഭരിക്കുന്നത്? ആയിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് കോൺഗ്രസ് ഭരണം വന്നത്. അപ്പൊ ഇവരിത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ചതുപ്പ് സ്ഥലം, താമസയോഗ്യമല്ലാത്ത സ്ഥലം ഇവർക്ക് ഇത്തരം പാവപ്പെട്ട നിർധനായവർക്ക് കൊടുത്തത്? അതെ, അങ്ങനെ തന്നെ ആയിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 40,000-നെങ്ങാണ്ട് മേടിച്ച് 2 മാസം മുന്നേ മേടിച്ച വസ്തു 1,50,000 രൂപയ്ക്ക് ഈ ബ്ലോക്കിന്റെ പട്ടികജാതി വികസനത്തിൽ നിന്ന് വന്ന കൊടുത്ത വസ്തുവാണ്. അവരിത് അന്നത്തെ ബ്ലോക്കിലിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇതെന്ത് നോക്കാതെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഇത് ഇവരുടെ പേരില് കൃത്രിമമായിട്ട് കൊടുത്തതാണ്. ഈ പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് വീട്ടു നമ്പറൊക്കെ കൊടുക്കാത്ത എന്താ? ഇതിന് വഴിയില്ല, നിലത്തിലാണ്. അതിനൊക്കെ ഇലക്ട്രിസിറ്റി, കറണ്ട്, ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പറഞ്ഞത് ദരിദ്രരായിട്ട് അതിദരിദ്രരില്ലെന്നുള്ളതാ. ഇപ്പൊ ഈ ദരിദ്രരും അതിദരിദ്രരെക്കായും പാവപ്പെട്ടവരായിട്ടാണല്ലോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാ ഞാനിവിടെ ഇലക്ഷൻ സമയത്താണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വീട് നമ്മളിവിടെ കാണുന്നത്. അപ്പോഴത്തേക്ക് കാട് പിടിച്ച് ഈ വെള്ളക്കെട്ടിനകത്ത് നടക്കി ഇങ്ങനെ ഒരു വീട്, വഴിയില്ല, മറ്റുള്ളവരുടെ അയ്യത്തെ ആശ്രയിച്ചാണ് പോകുന്നത്. പിന്നെ കുടിവെള്ളം, അന്നാ കിണറ്റിൽ നിന്ന് ഇത്തിരി വെള്ളം കോരി നോക്കിയിട്ട് നല്ല മഞ്ഞ കളറിൽ കിടക്കുന്ന വെള്ളം, അതാ ഈ പിള്ളേർ കുടിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ കതകില്ല, പിന്നെ കറണ്ടില്ല. കറണ്ടിന്റെ അങ്ങനെ ശരിയാക്കാൻ പോയപ്പോഴാണ് വഴിയില്ല എന്ന് മനസ്സിലായത്. ഫുള്ള് ഇതിന്റെ ചുറ്റുപാടും കിടക്കുന്ന എല്ലാം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വസ്തുക്കളാണ്. അതെല്ലാം എല്ലാവരും സ്നേഹമതിലും അല്ലാത്ത മതിലുകളും ഒക്കെ. ഈ വയലിന്റെ ഈ വരമ്പുകളിലെല്ലാം അവര് സ്നേഹമതിൽ കൊണ്ടിട്ട് അത് മതിലാക്കി മാറ്റിയിരിക്കുകയാണ്. മതിലാക്കി മാറ്റിയിരിക്കുക. ഇവർക്ക് ഭൂമി കൊടുത്തപ്പം ഈ നടവരമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നടവരമ്പില്ല. കാര്യം എല്ലാരും സ്നേഹമതിൽ കെട്ടി അവരോരോ വയലുകളെല്ലാം അവർ കരയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഈ തൊട്ടടുത്ത വസ്തുക്കാരൻ കെട്ടി അടച്ചു കഴിഞ്ഞാൽ അവര് നാളെ മുതൽ എങ്ങോട്ടായിരിക്കും അവര് പുറത്തു പോവുകയും അകത്ത് കയറുകയും ചെയ്യുന്നത്? അതാണ്, നാളെ മുതൽ ഇവർക്ക് പുറത്തു പോകാനും തിരിച്ചിറങ്ങാനും പറ്റത്തില്ല. ഇപ്പൊ അവര് തൊട്ടടുത്ത വസ്തുക്കാരൻ മതിൽ കെട്ടുന്നു. അപ്പൊ ഇവരിനി ബ്ലോക്കിന്റെ മുമ്പിലെങ്ങാനും പോയിട്ട് സമരം ഇരിക്കാതെ ബ്ലോക്ക് ഓഫീസറെ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റിനെയൊക്കെ നാളെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവര് കൊടുത്ത ഒരു പദ്ധതി പ്രകാരമാണല്ലോ ഇപ്പം ഈ വസ്തുവും ഈ വീടും ഒക്കെ ഉള്ളത്. അപ്പൊ അതിനെ അറിയിപ്പിക്കാൻ വേണ്ടി മെമ്പറുടെ ഭാഗത്ത് എന്തെങ്കിലും മുൻകൈ എടുത്ത് ഇതിന് നടപടി തുടങ്ങുമോ? നമ്മളെല്ലായിടത്തും ഇതിപ്പം എല്ലായിടവും പരാതിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. നാളെ നമ്മൾ എന്തായാലും പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ പോയിട്ട് ഇതിനെക്കുറിച്ച് അറിയിക്കും.
ബ്ലോക്കിൽ നിന്ന് കൊടുത്ത ഒരു പദ്ധതിയുടെ വീടാണല്ലോ ഇത്. ഈ കുടുംബത്തിന് വേണ്ടി എന്താണ് നിങ്ങളുടെ പാർട്ടി അടിസ്ഥാനത്തിൽ ഈ മെമ്പർ എന്നുള്ളതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ട് നമ്മുടെ കൊല്ലത്തെ ഒരു MLA ഉണ്ട്. MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇവർക്ക് എന്തെങ്കിലും ഈ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. നിങ്ങളുടെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയാണോ? അതെ. അപ്പൊ ആ പാർട്ടിയുടെ കെയർ ഓഫിൽ തന്നെ നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനെങ്കിലും അറിയിപ്പിച്ച് ഇത്തരത്തിൽ നിങ്ങളുടെ വാർഡിലെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തന്നെ പുറപ്പാടാണ്. അതെ. എന്തായാലും ജില്ലാ അധ്യക്ഷനെ അറിയിച്ച് മുകളിലോട്ടുള്ളവരെ അറിയിച്ച് നമ്മുടെ MLA അറിയിച്ച് എന്തെങ്കിലും എന്തായാലും തദ്ദേശ സ്ഥാപനം നടക്കുന്ന ഇത്തരം അഴിമതിക്കെതിരെ ഒരു അന്വേഷണം തന്നെ, സമഗ്രമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തും. അന്നത്തെ ഭരണസമിതി, അന്ന് ബ്ലോക്കിലിരുന്ന ഭരണസമിതി ഒരു അന്വേഷണവും ഇല്ലാതെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന എല്ലാവർക്കും എതിരെ ഒരു അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ്. ഇത് പദ്ധതി 2017, 2018 അതെ. അപ്പോൾ 2017, 2018 കാലങ്ങളിൽ നടന്ന അതേപോലെ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതികൾ എന്തായാലും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതെ, ശ്രമം നടത്തും. ഇത് അന്ന് കൊടുത്ത എല്ലാം ഇങ്ങനെ ആയിരിക്കും. പാവപ്പെട്ടവരെ എല്ലാവരെയും ഇതുപോലെ കൊടുത്തായിരിക്കും അവര് പറ്റിച്ചത് അന്നത്തെ ആ ഭരണസമിതി. അപ്പോൾ ഈ വാർഡിൽ നിങ്ങൾ മെമ്പറായി കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന്റെ വാർഡ് മെമ്പറാണ്. ഇപ്പോൾ മറ്റൊരു പാർട്ടി BJPയുടെ മെമ്പർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കണ്ടെത്തി അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെ, നമ്മൾ ഇലക്ഷൻ സമയത്ത് വന്നപ്പോഴാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, വഴിയുമില്ല, കുടിവെള്ളവും ഇല്ല. അത് വീടിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല. അത് അന്ന് നിന്ന കോൺട്രാക്ടർ വരെ അവരെ പറ്റിച്ച്. എന്നുവെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ മഴ പെയ്താൽ വെള്ളം മൊത്തം അതിനകത്ത് കയറി ചോന്നൊലിച്ച് വെള്ളം അകത്ത് വരെ വെള്ളമായി മഴ പെയ്ത് കഴിഞ്ഞാൽ. അത്തരത്തിലൊരു വീടാണിത്. ഇത്തരത്തിലാണ് ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു സർക്കാരിന്റെ തന്നെ തദ്ദേശ സ്ഥാപനത്തിലുള്ള ഒരു പദ്ധതി പ്രകാരം ഈ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നവരെ കബളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പലരും അത്തരം കബളിപ്പിക്കലിൽ ഇതേ സ്ഥലത്തിൽ താമസിക്കാതെ അവരതെല്ലാം കളഞ്ഞിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന കാഴ്ച കാണാം. എന്തായാലും കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന വലിയ ഒരു അഴിമതിയുടെ ഒരു ഉദാഹരണമാണ്. എന്തായാലും ഇതിന് അധികാരപ്പെട്ടവർ ഇത് അന്വേഷണം നടത്തി ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് വഴിയില്ലാത്ത വീടും വസ്തുവും കൊടുക്കുകയും അവരെ ഇതേ കണക്കിട്ട് കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത്. വൈദ്യുതി ഇല്ലാതെ 1-2-3 മെഴുകുതിരി വെളിച്ചത്തിൽ രാത്രി മൊത്തം കഴിച്ചു കൂട്ടേണ്ട ഒരു പാവം യുവതിയുടെയും കുടുംബത്തിന്റെ അവസ്ഥയാണ്. എന്തായാലും ഇതിന് തക്കതായ കാരണങ്ങൾ ഇത് കണ്ടെത്തി, ഈ അഴിമതി നടത്തിയവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്നത്. എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന നിരവധി സ്ഥലങ്ങളും നിരവധി ജനങ്ങളും ഉണ്ട്. പക്ഷേ ഇത്തരം ഇവർ വഴി അടച്ചുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പൊതുജനങ്ങളെല്ലാം ഇതിന് ഇടപെടേണ്ടി വന്നത്. ആ വഴിയില്ലായിരുന്നെങ്കിൽ നാളെ അവർ ഇതേ തന്നെ തുടർന്നു കൊണ്ടേ പൊക്കരും. എന്തായാലും ഇത്തരം അഴിമതി നടത്തി സ്വന്തം കീശ വീർപ്പിക്കുന്ന ഏത് ഭരണാധികാരികളും ഏത് മെമ്പർമാരായാലും ഏത് ഭരണാധികാരി പ്രസിഡന്റ് ആയാലും എന്തുമായാലും അതിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളട്ടെ, ജനങ്ങൾ മുന്നിട്ടിറങ്ങട്ടെ, അവർക്ക് അതിന് വേണ്ടുന്ന പരിഹാരം കാണട്ടെ. എന്തായാലും ഈ ഒരു കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കണ്ട് അധികാരപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അവർക്കൊരു ജീവിതമാർഗം, അവർക്കൊരു വൈദ്യുതി എത്തിച്ചു കൊടുക്കുക, വീടിന് നമ്പർ കൊടുക്കുക, ഒരു ശുദ്ധജലം കൊടുക്കുക, അവർക്ക് ഒരു വഴി നടന്നു വരാനുള്ള, സ്വന്തം വീട്ടിൽ നടന്നു വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതിന് അധികാരപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകട്ടെ. രാംഭദ്രൻ, മലയാളി വാർത്ത.